എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചാറ്റ് ജിപിടിയും അതുപോലെ ബ്ലൂ ഹോസ്റ്റും ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സീരീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ക്ലാസ്സസ് അല്ലെങ്കിൽ ഈ ഒരു സീരീസിനൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതിൻ്റെ റെസിപ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഇമെയിലിലേക്ക് തന്നെ നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. എന്തെങ്കിലും രീതിയിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സഹായമാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബ്ലൂ ഹോസ്റ്റിൻ്റെ ഈ SEO ഓപ്ഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ കോമ്പറ്റീറ്ററും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ WordPress സൈറ്റിൽ എത്തിയതിന് ശേഷം നമ്മളുടെ ഹോം പേജ് മുതൽ ഓരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്ത് പോവേണ്ടതുണ്ട്. അപ്പം നമ്മൾക്കിങ്ങനെ ഹോം പേജ് മുതൽ ഓരോരോ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ബ്ലൂ ഹോസ്റ്റ് SEOയിൽ നമ്മളുടെ ഒരു സ്കോറും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിലുള്ള എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കോമ്പറ്റീറ്റർ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് ലഭിക്കുന്നതുമാണ്. അപ്പം ഇനി ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ പേജുകളും എഡിറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് അതിൻ്റെ ഒരു ഡിസൈൻ സ്ട്രക്ചറിലേക്ക് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ എലമെൻറ്റർ പ്ലഗിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവേറ്റ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഫയർബോക്സ് ആക്ടിവേറ്റ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത് ഓൾറെഡി എലമെൻറ്ററുടെ ഭാഗത്തുനിന്ന് എലമെൻറ്ററിൻ്റെ ഒരു ബാക്കെൻഡ് ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പലതും ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് എലമെൻറ്റർ ഫുള്ളി ഫങ്ഷണലാവുക. അപ്പോൾ എലമെൻറ്റർ ഫുള്ളി ഫങ്ഷണലായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്നും കൂടെ വിസിറ്റ് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് വിത്ത് എലമെൻറ്റർ ഒന്നും കൂടെ സെലക്ട് ചെയ്യുകയാണ്. എഡിറ്റ് വിത്ത് എലമെൻറ്റർ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഈ കാണുന്നതാണ് പലതരം കണ്ടെയ്നർ. നമ്മുടെ മൊബൈൽ വേർഷൻ എങ്ങനെയാണ്, നമ്മളുടെ ഡെസ്ക്ടോപ്പ് വേർഷൻ എങ്ങനെയാണ്, എല്ലാം ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെയുള്ള ഓരോരോ കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിത് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഞാൻ മൈ നെയിം ഈസ് സുബിൻ, ഇതാണ് എലമെൻറ്ററിൻ്റെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ എന്ന് പറയുന്നത്. മനസ്സിലാക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളിത് മാറ്റി. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് നമുക്ക് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇമേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ എലമെൻറ്ററിൻ്റെ പലതരം എഡിറ്റിംഗ് സ്ഥലങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ അസ് ഫീച്ചേർഡ് ഇൻ, ഇതൊക്കെ ഓരോരോ ലോഗോകളാണ്. നമുക്കിതെല്ലാം ഇവിടെ ഇത് കണ്ടില്ലേ, ഈ കാണുന്ന എഡിറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഈ സൈഡിൽ ഇത് മാറും. അപ്പോൾ ഇത് ഇവിടുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിൽ നമുക്കിവിടെ ഓരോന്നും അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ നമ്മളുടെ ഇമേജ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. എബൌട്ട് മീ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ ഈ ബട്ടണാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ടു ലോഡ് പോപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ലിങ്കുകൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ലിങ്കിലാണ് പോകണമെങ്കിൽ ആ ലിങ്ക് നിങ്ങൾക്ക് ഈ സൈഡിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ആണ് നമുക്ക് എലമെൻറ്ററിലുള്ളത്. അപ്പോൾ ഹോം പേജ് നമുക്ക് ഇതുപോലെ ഫുള്ളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഇനി അതുകൂടാതെ ഇത്രയും ഈ കാണുന്ന കാര്യങ്ങൾ കൂടാതെ എന്തെങ്കിലും കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റ് പേജിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക്, അതായത് ഏതെങ്കിലും ഒരു ബ്ലോക്ക്, ഇപ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും ഒരു ബ്ലോക്ക് വേണമെങ്കിൽ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ബ്ലോക്ക് അങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ ഒരു ബ്ലോക്ക് ജസ്റ്റ് ഇവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് നമുക്കവിടെ ഇമ്പോർട്ടാവും. ഇത് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ആ ബ്ലോക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇതിന് താഴെ ഇമ്പോർട്ടഡ് ആയി. ഇനി ഇവിടെ നമുക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിലോ
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 5,000 എന്നുള്ളത് 9,000 ആക്കി ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെയുള്ളത് 9,000 പ്ലസ് ഡിജിറ്റൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. ഇങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഓരോന്നും കറക്റ്റ് ചെയ്യാം. അതുപോലെ ഓരോരോ ബ്ലോക്കുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും അതിനുശേഷം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പബ്ലിഷ് ചെയ്യാനും സാധിക്കും. ഇതുപോലെ ജസ്റ്റ് പബ്ലിഷ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് നമ്മളുടെ വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിവ്യൂ ചേഞ്ചസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ വളരെ ചെറിയ കുറച്ച് എഡിറ്റിങ് വരുത്തിയിട്ടുള്ളൂ. ഇവിടെ മൈ നെയിം ഈസ് സുബിൻ യൂസഫ് എന്നുള്ള ഒരു ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ആകെ താഴെ നമ്മൾ വന്നിട്ട് ഒരു ചെറിയ ബ്ലോക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് 9,000 പ്ലസ് എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ചാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഓരോ പേജുകളും നിങ്ങൾക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, എഡിറ്റ് വിത്ത് എലമെന്റർ വെച്ച് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേജസ് ഒക്കെ ഉള്ളത് നമ്മുടെ വേർഡ്പ്രസിൻ്റെ തന്നെ ബാക്ക് എൻഡിൽ വരിക. പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പേജസ് എന്നുള്ളത് അതിൽ ഓൾ പേജസ് എടുക്കുക. അതിൽ ഹോം പേജാണ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തത്. ഹോം പേജ് എഡിറ്റ് വിത്ത് എലമെന്റർ സപ്പോർട്ടാണ്. കോൺടാക്ട് പേജ് ഉണ്ട്, എഡിറ്റ് വിത്ത് എലമെന്റർ ഉണ്ട്. കോഴ്സസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്, എഡിറ്റ് വിത്ത് എലമെന്റർ ഉണ്ട്. നിങ്ങൾക്ക് അത് ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഒരു പ്രൈവസി പോളിസി പേജ് ഉണ്ട്, റിസോഴ്സ് ഉണ്ട്. ഇനി ഈ ഹോം പേജിൽ തന്നെ അല്ലെങ്കിൽ ഈ മറ്റൊരു പേജിലേക്ക് പോവുക. ഇപ്പോൾ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് എഡിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമ്മൾ എഡിറ്റ് വിത്ത് എലമെന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വന്നു ബ്ലോഗ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് നമ്മൾ ജസ്റ്റ് വന്നു. അപ്പോൾ ഇവിടെ ഒരു എഡിറ്റ് വിത്ത് എലമെന്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ എഡിറ്റ് വിത്ത് എലമെന്ററിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു പേജിലേക്ക്, ബ്ലോഗിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പേജിലേക്ക് നിങ്ങൾക്ക് ഈ ബ്ലോഗ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് നമുക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുമെല്ലാം ഇതിൻ്റെ ഒരു ഓപ്ഷനാണ്. ഇങ്ങനെയാണ് എലമെന്റർ ഉപയോഗിക്കുന്നത്. എലമെന്റർ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡറാണ്. എലമെന്ററിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആദ്യം നിങ്ങളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഓരോരോ ഓപ്ഷൻസും ഇതിൻ്റെ മോഷൻ എഫക്ട്സ് എന്തൊക്കെയുണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. അക്കാഡമിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ താഴെയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇതുവരെയായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എപ്പോഴാണോ നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ വരിക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി തന്നെ പോവുക. റെസിപ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഇമെയിലിൽ തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനി വീണ്ടും നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ വിത്ത് വീഡിയോ. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.